ഇന്ന് സൺഡേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കഴുകുന്നത് നല്ലതായിരിക്കുമല്ലോ. ഡെയിലി നമ്മൾ തുടച്ചൊക്കെ എടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ ഇന്ന് മൊത്തം സ്റ്റൗവും കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പം കുറേ പാത്രങ്ങളുമൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തിയായിട്ടൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല കിച്ചണിലോട്ട് കയറാൻ. നമുക്ക് എപ്പോഴും നമുക്ക് കിച്ചണിൽ വന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചൺ നല്ല വൃത്തിയായിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. സൺഡേയിലായിരിക്കും എല്ലാവരും ചെയ്യുന്നത് അല്ലേ. അതോ എല്ലാവരും അവരുടെ സൗകര്യം അനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും വെള്ളം ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. തറയിലൊക്കെ വീഴും, അപ്പോൾ തറയൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ദേ ഞാൻ കിച്ചണിലെ ഏകദേശം കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. അപ്പോഴേക്കും ദേ ഇവിടെ ഒരു മുട്ട മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ, പേരുമഴ. ഇനി അതൊക്കെ ഒന്ന് തുടച്ചിട്ട് നമുക്ക് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ ഇതൊക്കെയാണ് എൻ്റെ പണി. വെറുതെ അല്ല കേട്ടോ, ഇനി ഇതിനിടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ എല്ലാം കിച്ചൺ എല്ലാം ഇല്ല, കൗണ്ടർ ടോപ്പ്, സ്റ്റൗവിൻ്റെ ഭാഗങ്ങൾ അവിടെയൊക്കെ ചെയ്തുള്ളൂ കേട്ടോ. ഈ തറയും ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ അടുത്ത ദിവസം ചെയ്യാം. എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോഴാണല്ലോ നമുക്ക് നല്ല പണിയാകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുണ്ട്. അതുമൊക്കെ ഇട്ട് വെച്ചിട്ട് ഇത്തിരി ഫുഡുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതല്ല, നമ്മുടെ കൈ എത്തും ദൂരത്ത് തന്നെ വയ്ക്കുക അല്ലേ. ഇതുപോലെ കുറച്ച് മണി പ്ലാന്റോ ഇഷ്ടമുള്ള ചെടികളും ഒക്കെ ഇതിന് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പോസിറ്റിവിറ്റിയാണ് കേട്ടോ. നമുക്ക് ജോലി ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആകെ ബോറടിയാകും ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ. ഒരു റേഡിയോ ഒക്കെ വെച്ച് പാട്ടുമൊക്കെ കേട്ട് അങ്ങനെ പണികളൊക്കെ ചെയ്യാൻ നല്ല സുഖമാണല്ലേ. ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ കൗണ്ടർ ടോപ്പിനടുത്ത് വയ്ക്കാവുള്ളൂ. നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. ഒരുപാട് സാധനങ്ങളെല്ലാം കൂടെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത്യാവശ്യം നമുക്ക് ഡെയിലി യൂസിനുള്ള എല്ലാം എടുത്ത് ഒന്നിച്ചിങ്ങനെ വയ്ക്കുക. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടൊരു ചോറും കറി. അപ്പോൾ നല്ല ചോറുണ്ടാക്കി, പിന്നെ ഒരു മോരുകറി മിക്കവാറും ഉണ്ടാക്കുന്നതാണ് മോരുകറി. പിന്നെ ഞാനൊരു പാവയ്ക്കത്തോരനുണ്ടാക്കി. പാവയ്ക്കത്തോരൻ നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതും ഉണ്ടാക്കി. പിന്നെ ഇത് ഒരു കൊഞ്ച് മാങ്ങ ഇട്ട ഒരു കൊഞ്ച് കറി. പിന്നെ പുപ്പമ്മ തന്നെ ഒരു നെല്ലിക്കാച്ചാർ, അതുകൊണ്ട് ഇന്ന് എൻ്റെ നാരങ്ങാച്ചാർ എടുക്കുന്നില്ല. പിന്നെ 2 വറ്റ വറുത്തത്, പച്ച മീൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ 2 വറ്റ വറുത്തതും. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ പോരെ അല്ലേ, നല്ലൊരു ലഞ്ച്. ഓക്കെ.